പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 15. പ്രധാന വാർത്തകൾ. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ ഒരുക്കുന്ന ഇഫ്താർ കുടുംബ സംഗമം വെള്ളിയാഴ്ച മസ്കത്ത് ഗാലയിലുള്ള മസ്കത്ത് ഹിൽസ് ഹോട്ടലിൽ നടക്കും. ക്ഷണിക്കപ്പെട്ട അതിഥികളും ചാവക്കാട്ടുകാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. BHD സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രഥമ BHD പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടൈറ്റാൻസ് ജേതാക്കളായി. ഫൈനലിൽ UPCയെ 2 വിക്കറ്റിനാണ് തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത UPC നദീറിന്റെ ബാറ്റിംഗ് മികവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടൈറ്റൻസ് ഗോകുലിന്റെയും ശ്യാംലാലിന്റെയും ബാറ്റിംഗ് ഒരു പന്ത് ശേഷിക്കെ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കാണുകയായിരുന്നു. ലീഗ് അടിസ്ഥാനത്തിൽ 10 ടീമുകളായിരുന്നു മാറ്റുരച്ചിരുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒട്ടേറെ കൾച്ചറൽ പ്രോഗ്രാമുകളും ഗെയിമുകളും ക്വിസ് മത്സരങ്ങളും നടത്തിയത് കാണികൾക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്ത അനുഭവമായി. എല്ലാ വിജയികൾക്കും സമ്മാനങ്ങളും നൽകി. മസ്ജിദുൻ നബവിയിലെത്തുന്നവർ പള്ളിയിൽ സേവനത്തിലേർപ്പെട്ട ഉദ്യോഗസ്ഥരുമായും സുരക്ഷാ സംവിധാനങ്ങളുമായും സഹകരിക്കണമെന്ന് ഇരുഹറം മതകാര്യ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് ആവശ്യപ്പെട്ടു. മസ്ജിദുൻ നബവിയിൽ ഇശാ നമസ്കാര ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തുന്നവരുടെ സുരക്ഷയ്ക്കായി വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആരാധനകൾ നടത്തുന്നതിന് ഇത് ആവശ്യമാണ്. റിയാദിൽ നടന്ന ലോകത്തിലെ ഏറ്റവും പ്രധാന സാങ്കേതിക സമ്മേളനവും പ്രദർശനവുമായ ലീപ് 2024 നിരവധി മേഖലകളിൽ $2.7 ദശലക്ഷം ഡോളറിന്റെ 20 കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ച് ഒമാൻ. ക്ലൗഡ് സേവനങ്ങൾ, സംയോജിത പരിഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഇന്നവേഷൻ, ഗവേഷണവും വികസനവും, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടു വരുന്നതാണ് കരാറുകളും ധാരണാപത്രങ്ങളും. തുടർച്ചയായി 2ാം വർഷമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ സുൽത്താനേറ്റ് പങ്കെടുക്കുന്നത്. വൈകി പറന്ന് വീണ്ടും യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. വിമാനം പുറപ്പെടാൻ താമസിച്ചതോടെ കഴിഞ്ഞ ദിവസം മത്രയിൽ മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് 15 മണിക്കൂറിലധികം താമസിച്ച്. മസ്കത്തിൽ നിന്ന് ബുധനാഴ്ച അർദ്ധരാത്രി കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട IX-338 വിമാനമാണ് 15 മണിക്കൂറിലേറെ വൈകി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരാണ് ഇതുമൂലം ഏറെ പ്രയാസത്തിലായത്. കൊച്ചിയിൽ നിന്നുള്ള വിമാനം വരാൻ വൈകിയതുകൊണ്ട് പുറപ്പെടാൻ വൈകിയെന്നാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. ആദ്യം രാവിലെ 10:30 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞുവെങ്കിലും വീണ്ടും വൈകുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസം മത്രയിൽ മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹവും കോഴിക്കോട് വിമാനത്തിലാണ് നാട്ടിലേക്ക് അയക്കാൻ ഒരുക്കിയിരുന്നത്. വ്യാഴം രാവിലെ കണ്ണൂരിലേക്കുള്ള വിമാനം ഒഴിവാക്കി ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട്ടേക്കുള്ള വിമാനം തിരഞ്ഞെടുത്തത് കഴിയുന്നതും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ കോഴിക്കോട് വിമാനം വൈകിയതോടെ നാട്ടിൽ കാത്തിരിക്കുന്നവരെയും മൃതദേഹത്തിന്റെ കൂടെ അനുഗമിക്കുന്നവരെയും പ്രയാസത്തിലാക്കി. മവേലയിലെ സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റ് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. റമദാൻ കാർഷികോൽപ്പന്നങ്ങളുടെ ലഭ്യത, വിലസ്ഥിരത, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന എന്നിവ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും മറ്റുമായിരുന്നു പരിശോധനയ്ക്കായി എത്തിയിരുന്നത്. കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് നാസർ അൽ ബക്രി, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ചെയർമാൻ സുലൈം ബിൻ അലി ബിൻ സുലൈം അൽ ഹക്മാനി, മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാനും ഒമാനി അഗ്രികൾച്ചറൽ സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹമീദി, ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥർ എന്നിവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. റമദാനോടനുബന്ധിച്ച് മവേല സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റിന്റെ പ്രവൃത്തി സമയം മസ്കത്ത് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊത്ത വ്യാപാര കടകൾ പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും റീറ്റെയിൽ ഷോപ്പുകളും പ്രാദേശിക ഉൽപ്പന്ന വിൽപ്പനശാലകൾ പുലർച്ചെ 4 മുതൽ വൈകിട്ട് 6 വരെയും പ്രവർത്തിക്കും. ഒമാനിൽ നിന്ന് റിയാദ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് മസ്കത്തിൽ നിന്ന് ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും സർവീസുകൾ ആരംഭിക്കാൻ ബസ് കമ്പനികൾ തയ്യാറെടുക്കുന്നു. ഈ 2 രാജ്യങ്ങളിലേക്കും വേനൽക്കാല സർവീസുകൾ നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നതെന്ന് പ്രമുഖ
ബസ് സർവീസായ ഗഞ്ചരി ട്രാൻസ്പോർട്ട്സ് അധികൃതർ പറഞ്ഞു. ഖരീഫ് കാലത്ത് സലാല ബഹ്റൈൻ ബസ് സർവീസും ദമാം മസ്കത്ത് സർവീസും ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. ഒമാനിലെ പൊതുമേഖലാ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്ക് അടുത്തിടെ സർവീസുകൾ ആരംഭിച്ചിരുന്നു. മസ്കത്ത്, ദുബായ് സർവീസുകൾ ആരംഭിക്കാൻ ഗഞ്ചരിക്ക് 1999 തന്നെ ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ലൈസൻസ് നൽകിയിരുന്നു. ഇപ്പോൾ മസ്കത്തിൽ നിന്ന് ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കും സലാലയിൽ നിന്ന് ബഹ്റൈനിലേക്കും സർവീസ് നടത്താൻ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മസ്കത്തിൽ നിന്ന് റിയാദിലേക്കുള്ള ബസ് സർവീസ് കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് ബസ് പുറപ്പെടുന്നത്. റമദാനിൽ ഉണ്ടാകാറുള്ള ക്ഷാമം പരിഗണിച്ച് അടിയന്തരമായി രക്തം ദാനം ചെയ്യണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് അറിയിച്ചു. റമദാനിൽ ബൗഷറിലെ ബ്ലഡ് ബാങ്കിൽ 2700-ലധികം രക്തദാതാക്കളെയും 260 പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയും ആവശ്യമായി വരും. രക്തക്ഷാമം പരിഹരിക്കുന്നതിനും രക്തയൂണിറ്റുകളുടെയും ഘടകങ്ങളുടെയും ദൈനംദിന ആവശ്യം നിറവേറ്റുന്നതിനും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാന്റെ വിവിധ കാലഘട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഒമാൻ നെക്രോസേജസ് മ്യൂസിയം 1-ാം വാർഷികത്തിന്റെ നിറവിൽ. ദാഖിലിയ ഗവർണറേറ്റിലെ മനാ വിലായത്തിലെ മ്യൂസിയം 2023 മാർച്ച് 13-ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് നാടിന് സമർപ്പിച്ചത്. 1-ാം വാർഷികത്തിന്റെ ഭാഗമായി സന്ദർശകർക്ക് സൗജന്യ പ്രവേശനവും അനുവദിച്ചിരുന്നു. ഇത് മുതലാക്കി നിരവധി ആളുകളാണ് ബുധനാഴ്ച മ്യൂസിയത്തിലെത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ 4,50,000-ത്തിലധികം ആളുകളാണ് ചരിത്ര കൗതുകങ്ങൾ തേടി മ്യൂസിയം സന്ദർശിച്ചത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായും മ്യൂസിയം മാറിയിട്ടുണ്ട്. 74 പരിപാടികളും 74 വിദ്യാഭ്യാസ പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്തു. ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾ, ചരിത്രം, പൈതൃകങ്ങൾ എന്നിവയിലൂടെ ശ്രദ്ധേയമായ പ്രദർശനങ്ങൾക്കൊപ്പം ദാഖിലിയ ഗവർണറേറ്റിന്റെ ഹൃദയഭാഗത്തുള്ള മ്യൂസിയത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവുമാണ് ഈ വിജയത്തിന് കാരണമെന്ന് ഡയറക്ടർ ജനറൽ അൽ യക്സാൻ ബിൻ അബ്ദുള്ള അൽ ഹാർട്ടി പറഞ്ഞു. ഒമാനി യുവതയെ അവരുടെ സാംസ്കാരിക വേരുകളുമായി ബന്ധിപ്പിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറ്റുന്നതിനും മ്യൂസിയത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു അവധി ദിനങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.